ഇതാ കണ്ടോ, എന്തുമാത്രം ക്ലിപ്പുകളാണ് എൻ്റെ. എന്തെല്ലാം തരത്തിലുള്ള ക്ലിപ്പുകളാണെന്നറിയോ. പക്ഷേ നമുക്ക് ഇവനെയൊക്കെ ഞാനങ്ങോട്ട് ഉപേക്ഷിക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്തിനാണ് ഇത് ഉപേക്ഷിക്കുന്നത്? ഇത്ര ഭംഗിയുള്ള ഈ ക്ലിപ്പെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അത് നമുക്ക് ലാസ്റ്റ് കാണാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ കയ്യിലുള്ള ക്ലിപ്പിൻ്റെ കളക്ഷൻസ് ഒന്ന് കണ്ടാലോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്ലിപ്പാണ് ഇത്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയൊരു ക്ലിപ്പുണ്ട്. ഇത് നല്ല ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ ഇതൊന്നും ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാനിങ്ങനെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം കുറേ ആയി ഞാനിപ്പോൾ പുറത്തേക്കൊന്നും പോകലില്ല. അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കാലുവേദനയുടെ ഒക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ പോകുന്ന സമയത്ത് ഇതൊന്നും ഉപയോഗിക്കുകയില്ല. കാരണം ഇത് ഉപയോഗിച്ചാൽ ഒരു ദൂഷ്യവശമുണ്ട് ഇതിന്, ഇങ്ങനെയുള്ള ക്ലിപ്പുകൾക്ക്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങളെന്ന് കാണിക്കാം എന്നുള്ളതിൽ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ആ പോകുന്ന വഴിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം ഞാൻ. അതിന് മുമ്പ് നമ്മുടെ ക്ലിപ്പ് കളക്ഷൻസൊക്കെ ഒന്ന് കാണാം അല്ലേ. ഇവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ബട്ടർഫ്ലൈ അല്ലല്ലോ, മയിലൂട്ടി. അടിപൊളി മയിലൂട്ടി. പിന്നെ ഇത് നമ്മുടെ സാധാരണ ഒരു ക്ലിപ്പ്. അതുപോലെ തന്നെ ഇവന് വലിയ കുഴപ്പമൊന്നുമില്ല, ഉപയോഗിക്കാം. എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഉപയോഗിക്കാവുന്നതൊക്കെ പറഞ്ഞാൽ ഇത് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇങ്ങനത്തെ ക്ലിപ്പുകളുണ്ടല്ലോ, ഇതൊന്നും കുഴപ്പമില്ല. ഇത് പറ്റില്ല. ഇതെന്തുകൊണ്ടാണ് പറ്റാത്ത? ഈ പല്ലുകൊണ്ടാണോ? അല്ല, എന്താ കാര്യം എന്നുള്ളത് നമുക്ക് വഴിയേ പറയാം. അപ്പോൾ ഞാൻ അതിൽ വോയിസ് ഓവർ ആട്ടോ കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് എടുക്കുകയാണ്. എൻ്റെ ഓരോ ക്ലിപ്പുകൾ ഇങ്ങനെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ട് കുഞ്ഞി ക്ലിപ്പുണ്ട്. പക്ഷേ ഇവനെ ഞാനങ്ങനെ യാത്രകളിൽ ഉപയോഗിക്കില്ല. അതാണ് ഞാൻ ഇവരെയൊക്കെ ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഇങ്ങനെയുള്ളവരെ യാത്രകളിൽ ഉപേക്ഷിക്കാം, അതിനൊരു കാരണമുണ്ട്. ഇതൊന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല കേട്ടോ. അതേപോലെ തന്നെ ഇത് അങ്ങനെ ഇതൊന്നും ഉപേക്ഷിക്കണ്ട. അപ്പം മറ്റെന്തുകൊണ്ടാണ് ഉപേക്ഷിക്കാൻ പറഞ്ഞതെന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പോയിട്ട് ആ വീഡിയോ ഒന്ന് കാണാം. എന്താണ് ഞാൻ ആ പറഞ്ഞ കാരണം? ഈ ക്ലിപ്പുകളിൽ കുറേ പേരെ നമുക്ക് ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞതിന് കാരണം എന്താണെന്നുള്ളതിന് ആ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരും. അപ്പോൾ നമ്മുടെ ഈ വണ്ടി യാത്രകൾ, അതായത് കാറ്, ബസ് മുതലായ വണ്ടികളിലുള്ള യാത്രകളിലാണ് ഈ ക്ലിപ്പുകൾ ഉപേക്ഷിക്കേണ്ടത് കേട്ടോ. വേറെ യാത്രകളിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ ഇതേമാതിരിയുള്ള ബുഷുകൾ ഉപയോഗിച്ചാൽ കൂടുതൽ നന്നായിരിക്കും നമുക്ക്. കാരണം നമ്മൾ ഈ വണ്ടിയൊക്കെ ബ്രേക്ക് ഇടുമ്പോൾ കണ്ടില്ലേ, തലേന്ന് പുറകോട്ടടിക്കുന്ന കാര്യം. കുഷ്യനൊക്കെയാണ് സീറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആ ക്ലിപ്പ് അങ്ങനത്തെ രീതിയിലുള്ളതായതുകൊണ്ട് തന്നെ തല പുറകോട്ടടിക്കുന്നതോറും നമുക്ക് തലയിൽ വന്ന് ആ ക്ലിപ്പ് അടിച്ചുകൊള്ളും, വേദന എടുക്കും, ഒരു പക്ഷേ മുറിവ് വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, ചെറിയ പോറലുകളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലിപ്പ് നമുക്ക് ഒഴിവാക്കാമെന്ന് പറഞ്ഞത്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.